Boche Gold and Diamonds. Buy now, pay later. ഒറ്റപ്പാലം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ നിർമ്മിച്ച പേവാർഡ് നാടിന് സമർപ്പിച്ചു. കെ പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. നാഷണൽ ആയുഷ് മിഷൻ ഫണ്ടിൽ നിന്ന് അനുവദിക്കപ്പെട്ട 1 കോടി രൂപ ചെലവഴിച്ചാണ് പേവാർഡ് കെട്ടിടം നിർമ്മിച്ചത്. നിലവിലുള്ള കെട്ടിടങ്ങൾ നിലനിർത്തിക്കൊണ്ട് പുതിയ OP കെട്ടിടത്തിന്റെ മുകളിലാണ് പേവാർഡ് ബ്ലോക്ക്. ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ അധ്യക്ഷ MK ജയസുധ അധ്യക്ഷയായി. ഉപാധ്യക്ഷൻ K രാജേഷ്, സ്ഥിരം സമിതി അധ്യക്ഷരായ സുനീറ മുജീബ്, T സബിത, KK രാമകൃഷ്ണൻ, VS ശ്രീജുല, S പാർവതി, കൗൺസിലർ സുനിത ഹരിദാസ്, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KK സന്തോഷ്, ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ KS സുനിത, ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ NS രേഖ എന്നിവരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പ്രസംഗിച്ചു. എല്ലാ ആരോഗ്യ രംഗത്തുമുള്ള മാറ്റങ്ങൾ, മുന്നേറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ 20 പേർക്ക് കിടത്തി ചികിത്സയുള്ള ആശുപത്രിയിൽ 8 പുതിയ ബെഡുകൾ കൂടി 4 റൂമിലായിട്ട് വന്നിരിക്കുകയാണ് ഇന്ന് മുതൽ. ഇവിടെ പറഞ്ഞത് അതിന്റെ ബുക്കിംഗ് ആയി എന്നാ പറഞ്ഞത്. ഉദ്ഘാടനം ഇന്ന് കഴിയുന്നേ ഉള്ളൂ. പക്ഷേ പേവാർഡിന്റെ ബുക്കിംഗ് ഇപ്പോൾ തന്നെ ആയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരല്പം പൈസ കൊടുത്താലും മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളിലുള്ള അത്ര ചികിത്സയ്ക്ക് ചെലവ് വരാത്ത ആശുപത്രിയാണ് നമ്മുടെ ആശുപത്രി. അപ്പോൾ സൗജന്യമായി ചികിത്സ കിട്ടുന്നുണ്ട്. അതോടൊപ്പം കുറച്ചുകൂടി സൗകര്യപ്രദമായ പേവാർഡ് എന്ന് പറയുന്ന സങ്കല്പത്തിലേക്ക് ചികിത്സയെല്ലാം സൗജന്യമാണ്. പക്ഷേ കിടക്കുന്ന റൂമിന് റെന്റ്, ഡിലക്സ് റൂമും വാർഡും രണ്ടുമുണ്ട്. അവിടെ അവരിൽ നിന്ന് ഒരു ചെറിയ സംഖ്യ ഇതിൻ്റെ നടത്തിപ്പുമെല്ലാമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി അവരിൽ നിന്ന് വാങ്ങി അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനവും ആ തരത്തിലുള്ള സൗകര്യവും നമ്മുടെ കണ്ണിയമ്പുറം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ ഇന്നു മുതൽ സാധ്യമാവുകയാണ്. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view ന്യൂസ്, കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.